ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഉപയോഗിക്കുന്ന സൗണ്ട് കാർഡും സെറ്റിങ്സും ആണ് കേട്ടോ. അപ്പോൾ ഒരു കാലത്ത് ഏറ്റവും താഴെ സ്റ്റുഡിയോ മാസ്റ്ററും അതുപോലെ ഏറ്റവും മേലെ റോളൻറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് സ്റ്റുഡിയോ വർക്കുകളൊക്കെ ചെയ്യാൻ അതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കുഞ്ഞിന് കണ്ടിട്ട് തീരെ വിലയില്ലാത്ത പോലെയൊന്നും ആക്കണ്ട. മാർക്കറ്റിൽ ഏകദേശം 30,000 35,000 ഉള്ള ഒരു സൗണ്ട് കാർഡാണിത് കേട്ടോ. ഞാൻ എൻ്റെ ഡ്രൈ വോക്കലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സൗണ്ട് കാർഡാണ് ഇന്നത്തെ എല്ലായിടത്തെയും താരം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ചെറിയ സ്റ്റുഡിയോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് സൗണ്ട് കാർഡാണ്. അപ്പോൾ സൗണ്ട് കാർഡ് നല്ലതായിരുന്നാലേ നമുക്ക് ഏതൊരു സ്റ്റുഡിയോയിലും വോക്കലായാലും ഇനി എന്തായാലും ആഡ് വർക്കായാലും അതുപോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊരെണ്ണം വാങ്ങി വെച്ചാൽ ഞാൻ ഒരു വർഷമായിട്ടോ ഇതിൽ വർക്ക് ചെയ്യണം. എനിക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഡ്രൈ വോക്കലാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ 2 മൈക്രോഫോൺ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെയുള്ള ഒരു കേബിൾ കൊടുത്തിട്ട് ഞാൻ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ഡ്രൈ വോക്കൽ ചെയ്യാനൊന്നും ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഫോൺസിൻ്റെ ഞാൻ പറഞ്ഞു 2 മൈക്രോഫോൺ കൊടുക്കാൻ പറ്റും. അടിപൊളി സെറ്റിങ്സാണ്. കൂടാതെ നമ്മളിപ്പോൾ സ്റ്റുഡിയോ വർക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും 4K നമുക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റുഡിയോ വർക്കുകൾ ചെയ്യാം. മിക്സിങ് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റാണ്. ഏറ്റവും ടോപ്പ് ഒരു സൗണ്ട് കാർഡ് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ചെറിയൊരു വർക്ക്, അതായത് ചെറിയൊരു സിനിമ വർക്കിന് പോലും നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാനിതിന് ഒരു മൈക്രോഫോൺ, അതായത് TK600 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇതിനൊരു ചെറിയൊരു ഹെഡ്ഫോണും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഔട്ട്പുട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ മാത്രം കേട്ടാൽ മതി. അത് സൗണ്ട് പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു ഇതെന്ന് കണ്ടിട്ട് ഒരിക്കലും അതിനെ വിലയിരുത്തരുത് എന്ന് പറഞ്ഞാൽ പണ്ടാരോ പറഞ്ഞ പോലെ ഉറങ്ങിക്കിടക്കണ സിംഹം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ശരിക്കും ഒരു കുഞ്ഞൻ സിനിമക്കൊക്കെ ഉള്ള സ്കോപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞനൊരു സ്റ്റുഡിയോ തുടങ്ങണമെങ്കിൽ ഇത് ധാരാളമാണ്. അപ്പം ഡ്രൈ വോക്കലാണ് ഞാൻ ചെയ്യണത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാലും എപ്പോഴെങ്കിലും നമ്മൾ തന്നെ പാടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടോ ആഡായാലും എന്തായാലും ചെയ്തിട്ട് നമുക്കിപ്പോൾ പിന്നെ പുറത്തോട്ട് വിടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞൻ സെറ്റ് ധാരാളമാണ്. ഇതിൽ ഉള്ള ആ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ 4K ആണ് സംഭവം, ഞാൻ പറഞ്ഞല്ലോ. ഇതിലുള്ള ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ക്ലാരിറ്റിയാണ് ഇതിന് വരിക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ വോക്കൽ ചെയ്യുന്നതെന്ന് അറിയുന്നവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്കെന്തിനാ ഇത്രയും വലിയ സൗണ്ട് സിസ്റ്റം? അതിൻ്റെ ആവശ്യമില്ലല്ലോ, നിനക്കൊരു ഡ്രൈ വോക്കൽ മാത്രം എടുക്കുകയാണെങ്കിലും ചെറിയൊരു സിസ്റ്റം മതി. ഞാൻ ആദ്യം ചെറിയൊരു സിസ്റ്റമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അതൊരു ഡ്രൈ വോക്കലിന് അത് ധാരാളമാണ്. എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് പുറത്ത് ചെയ്യണമെങ്കിലോ ആഡ് വർക്കോ അല്ലെങ്കിൽ അങ്ങനെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഉള്ള ഒരു സൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതാ ഉൾപ്പെടുത്തിയിട്ടുള്ള കാരണം ഇത് കയ്യിലുള്ളവരാരെങ്കിലും സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാരിറ്റി അവർക്ക് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്നതുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ സൗണ്ട് കാർഡിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഒരു ചെറിയ സ്റ്റുഡിയോയുടെ കാര്യം ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വിട്ടത്. ഞാൻ പാടുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ചെയ്യുന്ന സൗണ്ട് കാർഡിൽ ചെയ്യുന്ന പല വർക്കുകളും പുറത്തോട്ട് എന്താ പറയുക, ഒരുപാട് വർക്കുകൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു വീഡിയോ ചെയ്യുമ്പം ഞാൻ ചെയ്യുന്നൊരു വർക്കും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്താം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് അറിയാത്തവർക്കാണ് കേട്ടോ, അറിയാത്തവർക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് അറിയുള്ളൂ. ഞാൻ 4K അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല ഡ്രൈ വോക്കൽ ചെയ്യുന്നത് കൊണ്ട്.
പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കും ഒരു പിടിക്കുള്ള നമ്മുടെ കയ്യിലും വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് 4Kയുടെ ഈ ഒരു സെറ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് കയ്യിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാത്ത കാര്യങ്ങൾ ഇതിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിലൊന്ന് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അറിയാത്ത കാര്യം എനിക്കൂടെ അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.